പട്ടാമ്പി നഗരസഭയുടെ നാട്ടുചന്ത പദ്ധതിക്കായി നിർമ്മിച്ച ഷെഡുകൾ നശിക്കുന്നു. ഇതിലൂടെ ലക്ഷങ്ങളാണ് ആർക്കും ഉപകാരമില്ലാതെ പാഴാകുന്നത്. നഗരസഭ ഉപേക്ഷിച്ച ഷെഡുകൾ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുകയാണ്. ഇവ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കണമെന്നാണ് ആവശ്യം. പഴയ കാലത്ത് സജീവമായിരുന്ന നാട്ടുചന്തകൾ വീണ്ടും ആരംഭിക്കണമെന്ന ലക്ഷ്യത്തിലാണ് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ 2019-20 കാലഘട്ടത്തിൽ പദ്ധതി ആവിഷ്കരിച്ചത്. കച്ചവടക്കാർക്ക് മഴയും വെയിലും ഏൽക്കാതെ വിപണനം നടത്താനായി ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ഇരുമ്പ് ഷെഡുകളാണ് അധികൃതരുടെ ശ്രദ്ധക്കുറവ് കാരണം നശിക്കുന്നത്. 25-ലധികം ഷെഡുകൾ നിർമ്മിച്ചിരുന്നു. വഴിയോര കച്ചവടക്കാർക്കും ആഴ്ചച്ചന്തയ്ക്കും പ്രയോജനകരമാകുന്ന വിധത്തിലായിരുന്നു പദ്ധതി വിഭാവനം ചെയ്തത്. എന്നാൽ പല കാരണങ്ങളാൽ പദ്ധതി വിജയിച്ചില്ല. ഇതോടെ ഷെഡുകൾ ഉപകാരമില്ലാതായി. ഇരുമ്പു പൈപ്പുകൾ കൊണ്ടുള്ള ഫ്രെയിമിൽ ഷീറ്റുകൾ മേഞ്ഞ ഷെഡുകൾ ഇപ്പോൾ ആർക്കും വേണ്ടാത്ത അവസ്ഥയിൽ ഫിഷ് മാർക്കറ്റിന് സമീപത്തെ പറമ്പിൽ കിടന്ന് നശിക്കുകയാണ്. കഴിഞ്ഞ UDFന്റെ ഭരണസമിതിയുടെ കാലത്താണ് പട്ടാമ്പിയിൽ പണ്ട് കാലത്ത് നടന്നിരുന്ന നാട്ടുചന്ത വീണ്ടും ആരംഭിക്കണമെന്ന ആശയത്തിൽ നിന്നാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സംവിധാനം ഒരുക്കിയത്. കച്ചവടക്കാരും അതുപോലെ തന്നെ ജനങ്ങളും ഒരു പരിധിവരെ ഇത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് അന്നത് നിലച്ചു പോയത്. പിന്നീട് വന്ന ഭരണസമിതി ഈ സംവിധാനങ്ങളെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ആ സംവിധാനങ്ങളൊക്കെ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ഈ ഷെഡുകൾ കൂടുതൽ നശിക്കുന്നതിനു മുൻപ് നഗരസഭാ അധികൃതർ ഇടപെട്ട് ഭിന്നശേഷിക്കാർക്ക് കച്ചവടം നടത്താനുള്ള ബാങ്കുകളായോ മാലിന്യ ശേഖരണത്തിനുള്ള മിനി MCFകളായോ മാറ്റി ജനോപകാരപ്രദമാക്കി പദ്ധതികൾ നടപ്പാക്കണമെന്നാണ് ആവശ്യം. ഒന്നുകിൽ ഇവ ഇവിടെ നിന്നും മാറ്റുകയോ സംരക്ഷിക്കുകയോ വേണമെന്നാണ് ഉയർന്നുവരുന്ന ആവശ്യം. NCV ന്യൂസ്, തൃത്താല. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.